കോഴിക്കോട് നോർത്തിൽ ജയന്ത് 1300-ലധികം വോട്ടുകൾക്ക് ജയിച്ചിരിക്കുന്നു. ജയന്ത് ജയിച്ചു. കോഴിക്കോട് വലിയ അട്ടിമറി, വൻ അട്ടിമറി. കോഴിക്കോട് നോർത്തിൽ ജയന്ത് വിജയിച്ചിരിക്കുന്നു 1300 വോട്ടുകൾക്ക്. ജയന്ത് കൃത്യമായി പ്രവചിക്കുന്ന ആളാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും 100 മേലെ പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ തന്നെ പ്രവചിച്ചത് മാത്രമല്ല, TN പ്രതാപന്റെ ലീഡ് 580 വോട്ടായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. മണലൂരിൽ 12 റൗണ്ട് പിന്നിടുമ്പോൾ TN പ്രതാപന്റെ ലീഡ് 580 വോട്ടായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. ഇനി പ്രധാന പാലയിൽ മാണി സി കാപ്പൻ വിജയിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിന്റെ കണക്കുകൾ പാലായിൽ ജോസ് കെ മാണി തോറ്റിരിക്കുന്നു. പാലായിൽ ജോസ് കെ മാണി തോറ്റിരിക്കുന്നു. CPM അമ്പയെ തകർത്തടിയുന്നു. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി എല്ലായിടങ്ങളിലും പരാജയപ്പെട്ട് ഏക പ്രതീക്ഷ അവസാനിച്ചു. എല്ലാ പ്രതീക്ഷ അവസാനിച്ചു. ജോസ് കെ മാണി അവിടെ പരാജയം സമ്മതിക്കുന്നു. പാലായിൽ ജോസ് കെ മാണി പരാജയപ്പെടുന്നു. ജോസ് കെ മാണി പരാജയപ്പെടുന്ന ഇടങ്ങൾ നോക്കൂ. ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിൾ പരാജയപ്പെടുന്നു. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് വിജയിച്ചു 45,031 വോട്ടിന് 6 ലക്ഷത്തിനടുത്ത് വോട്ടുകൾക്ക് ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ വിജയിച്ചിരിക്കുന്നു. തിരുവല്ല 15 റൗണ്ട് പൂർത്തിയാകുമ്പോൾ UDFന്റെ ഭൂരിപക്ഷം 7141. ഇനി BJPക്ക് പിടിച്ചാൽ കിട്ടൂല. നിയമത്തേക്ക് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാകുന്നുണ്ട്. 12 റൗണ്ട് പിന്നിടുമ്പോൾ 2151 ഭൂരിപക്ഷം. ഇനി 7 റൗണ്ട് എണ്ണാൻ ബാക്കി കിടക്കുമ്പോൾ ഒരേ സമയം NDAക്കും LDFനും നെഞ്ചിടിപ്പുണ്ടാക്കുന്ന റിസൾട്ടാണ്. UDF ലീഡ്. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് കുത്തനെ കുറയുന്നു. 11 റൗണ്ട് തീർന്നു. 2151 വോട്ടുകൾ മാത്രം. ശിവൻകുട്ടി വിജയിക്കുമോ? പ്രവചനാതീതമാകുമോ? ഓട്ടോ ഫിനിഷ് ഉണ്ടാവുമോ എന്നൊക്കെ അറിയാൻ കത്തിരി. ശിവൻകുട്ടി അണ്ണൻ ഈസ് ബാക്ക് അഗെയിൻ. ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം ലീഡ് 2151 ആയിട്ട് കുറയ്ക്കുന്നു. 2151 ആയിട്ട് കുറയ്ക്കുന്നു. രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് 11 റൗണ്ടുകൾ കഴിഞ്ഞു. ഇനി എണ്ണാനിരിക്കുന്ന LDF ശക്തി കേന്ദ്രങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നേമത്തെ അക്കൗണ്ട് ഒരിക്കൽ കൂടി ശിവൻകുട്ടി അണ്ണൻ ഫിനിഷ് ചെയ്യുമോ എന്നുള്ളതാണ്. കാത്തിരുന്ന് കാണാം.